ഹലോ ഓൾ വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കുന്നത് 10ാം ക്ലാസ്സിലെ ഇംഗ്ലീഷാണ്, പാർട്ട് 1 ടെക്സ്റ്റ് ബുക്ക്. അപ്പോൾ 10th ഇംഗ്ലീഷിലെ എന്താ നമ്മൾ നോക്കുന്നത്? ഫസ്റ്റ് യൂണിറ്റായ ട്രയൽസ് ആൻഡ് ട്രിംസ് ആണ്. അതിലെ രണ്ടാമത്തെ ചാപ്റ്റർ ഇൻ ദ ആറ്റിക്. ഇൻ ദ ആറ്റിക് എന്നതിലെ ലെറ്റ്സ് റിവൈൻഡ്, അതായത് ആക്ടിവിറ്റീസ്. ലെറ്റ്സ് റിവൈൻഡിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, ആക്ടിവിറ്റീസ് അതിൻ്റെ ആൻസേഴ്സ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇംഗ്ലീഷിൻ്റെ മാത്രമല്ല വേറെ എല്ലാ സബ്ജക്ട്സിൻ്റെയും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ക്ലാസ്സുകളുടെ വീഡിയോസ് നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം ഇൻ ദ ആറ്റിക്കിലെ ലെറ്റ്സ് റിവൈൻഡിൻ്റെ ഉത്തരങ്ങളും അതുപോലെ തന്നെ പ്രവർത്തനങ്ങൾ, ആക്ടിവിറ്റീസിൻ്റെ ഉത്തരങ്ങളും. ഇൻ ദ ആറ്റിക്. ഇതിൽ ഇൻ ദ ആറ്റിക്കിൽ നമുക്ക് വേറെ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സും കൂടെ ഉണ്ടായിരുന്നു. അത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നേരത്തെ തന്നെ ചെയ്ത് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് കിട്ടാത്തവരോ ആ വീഡിയോ കാണാത്തവരോ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മളതിൻ്റെ ലിങ്ക് കൊടുക്കാം. നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ, അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് തരാം കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കിയാലോ. ലെറ്റ്സ് റിവൈൻഡിലെ ആദ്യ ചോദ്യം, വൈ ഡസ് ദ ജർമ്മൻ ഓഫീസർ ഹെൽപ്പ് സ്പിൽമാൻ ആൻഡ് സേവ് ഹിസ് ലൈഫ്? Answer: the German officer helped Spillman and saved his life because he was not anti-Jew and he felt ashamed of the cruelty shown to the Jews by Hitler and his Nazi Germany. അപ്പോൾ സ്പിൽമാനെ സഹായിച്ച ജർമ്മൻ ഓഫീസർ ഈ ഹിറ്റ്ലറിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എതിരായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സ്പിൽമാനെ ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ. നെക്സ്റ്റ്, ഹൗ ഡസ് സ്പിൽമാൻ മെയിൻറ്റെയിൻ ഹോപ്പ് ഇൻ എക്സ്ട്രീം ഹാർഡ്ഷിപ്പ് ആൻഡ് ഡേഞ്ചർ? അത്രയധികം ബുദ്ധിമുട്ടിലും അപകടമായിട്ടുള്ളൊരു സിറ്റുവേഷനിലും എങ്ങനെയാണ് അദ്ദേഹം പ്രതീക്ഷ കീപ്പ് ചെയ്ത് കൊണ്ടുപോയത്? സ്പിൽമാൻ മെയിൻറ്റെയിൻസ് ഹോപ്പ് ഇൻ എക്സ്ട്രീം ഹാർഡ്ഷിപ്പ് ആൻഡ് ഡേഞ്ചർ ബിക്കോസ് ഹീ ഷുവർ ദാറ്റ് സൂണർ ഓർ ലേറ്റർ നാസി ജർമ്മനി വുഡ് ബി ഡിഫീറ്റഡ് ആൻഡ് ദ പോളിഷ് പീപ്പിൾ വിൽ ബി ഫ്രീ അഗൈൻ. A madman like Hitler would not be able to hang the entire world on tenter hooks for long. അപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ പ്രതീക്ഷ ഉണ്ടായിരുന്നു, എപ്പോഴെങ്കിലും ഹിറ്റ്ലർ പരാജയപ്പെടും, പോളിഷ് പീപ്പിൾസിന് സ്വാതന്ത്ര്യം കിട്ടുമെന്ന ഒരു പ്രതീക്ഷ ആർക്കുണ്ടായിരുന്നു? സ്പിൽമാൻ ഉണ്ടായിരുന്നു. അടുത്ത ചോദ്യം, വൈ വാസ് സ്പിൽമാൻ അഫ്രൈഡ് ഓഫ് ബീങ് കിൽഡ് ബൈ പോളിഷ് സോൾജേഴ്സ് ഹിസ് ഓൺ കൺട്രിമാൻ? അതായത് ഈ സ്പിൽമാൻ പോളിഷ്മാൻ ആണ് കേട്ടോ. അപ്പോൾ പോളിഷ്മാൻ തന്നെ കൊല്ലുമെന്ന് സ്പിൽമാൻ ഭയപ്പെടാനുള്ള റീസൺ എന്തായിരുന്നു? Answer: Spillman was afraid of being killed by Polish soldiers, his own countrymen, because he was wearing a German military coat and they would mistake him as a German and kill him. കാരണം ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ, അയാൾ വിയർ ചെയ്തിട്ടുണ്ടായിരുന്നത് ജർമ്മൻ ഓഫീസർ കൊടുത്ത മിലിറ്ററി കോട്ടായിരുന്നു. അപ്പോൾ ജർമ്മൻ ഓഫീസേഴ്സ് ഇപ്പോൾ പരാജയപ്പെട്ടു, ഹിറ്റ്ലർ പരാജയപ്പെട്ടു അല്ലേ. അപ്പോൾ ആ ഒരു സമയത്ത് പോളിഷ് പീപ്പിൾ എന്ത് ചെയ്യാണ്, ഈ ജർമ്മൻകാരുടെ കോട്ടിട്ട് കണ്ടു കഴിഞ്ഞാൽ കൊല്ലാനുള്ള സാധ്യത കൂടുതലല്ലേ, അതുകൊണ്ടാണ്. ഹൗ ഡു ലക്ക്, ചാൻസ് ആൻഡ് ഹ്യൂമൻ കൈൻഡ്നസ് ഹെൽപ്പ് സ്പിൽമാൻ ടു സർവൈവ്? എങ്ങനെയാണ് ഭാഗ്യം, ചാൻസ്, മനുഷ്യൻ്റെ കൈൻഡ്നസ് ഒക്കെ സ്പിൽമാനെ സർവൈവ് ചെയ്യാൻ സഹായിച്ചത്? ആൻസർ: ഹ്യൂമൻ കൈൻഡ്നസ് വാസ് ദ ബിഗ്ഗസ്റ്റ് ഹെൽപ്പ് സ്പിൽമാൻ ഗോട്ട്. ദ ജർമ്മൻ ഓഫീസർ വാസ് കൈൻഡ് ടു ഹിം ആൻഡ് ഇറ്റ് വാസ് ബൈ ചാൻസ് ഹി നോട്ടീസ്ഡ് ദ ലോഫ്റ്റ് ആൻഡ് ടോൾഡ് സ്പിൽമാൻ ടു ഹൈഡ് ദെയർ. ലക്ക് ഹെൽപ്ഡ് ഹിം ആസ് നോ വൺ തോട്ട് ഓഫ് സെർച്ചിങ് ദ ലോഫ്റ്റ്. അപ്പോൾ മനുഷ്യൻ്റെ കൈൻഡ്നസ് എന്ന് പറഞ്ഞാൽ സ്പിൽമാനെ സഹായിച്ച ആ ഒരു ജർമ്മൻ ഓഫീസർ അല്ലേ, വേണമെങ്കിൽ അയാൾക്ക് സ്പിൽമാനെ കൊല്ലാമായിരുന്നു, പക്ഷെ അയാൾ ചെയ്തില്ല. അയാൾ കൈൻഡ് ആയിരുന്നു അല്ലേ, ഭയങ്കരമായിട്ട് ഇയാളെ ഒളിയാനുള്ള സ്ഥലമൊക്കെ പറഞ്ഞു കൊടുത്തു. ഒളിയാനുള്ള സ്ഥലത്ത് മറ്റു ഓഫീസേഴ്സ് തെരച്ചിലിന് വരികയും ചെയ്തില്ല. അപ്പോൾ ലക്ക് സഹായിച്ചത് അങ്ങനെയാണ്. വാസ് ഇറ്റ് റിസ്കി ഫോർ ദ ജർമ്മൻ ഓഫീസർ ടു ഹെൽപ്പ് സ്പിൽമാൻ? വൈ? ജർമ്മൻ ഓഫീസർ സ്പിൽമാനെ സഹായിച്ചു, അദ്ദേഹത്തിന് അതൊരു റിസ്കി ആയിരുന്ന ആയിരുന്നെങ്കിൽ എന്തുകൊണ്ട്? ഉത്തരം: It was risky for the German officer to help Spillman. If the German authorities came to know that the officer was sympathetic to the Jews, they would kill him. അപ്പോൾ സ്പിൽമാനെ സഹായിച്ചത് വളരെ റിസ്ക് എടുത്തിട്ടാണ്. എന്തുകൊണ്ടാണ്? ജർമ്മൻ ഓഫീസേഴ്സോ ജർമ്മൻ അതോറിറ്റിയോ ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ ഇയാളെയും കൊല്ലും. അപ്പോൾ റിസ്ക് എടുത്തിട്ട് തന്നെയാണ്. അടുത്ത ചോദ്യം, why is Spillman's memoir classified as survivor testimony? How, in your opinion, does survivor testimony enrich history and literature and enhance our understanding of the world? Spillman's memoir is classified as survivor's testimony because he was a real survivor of the anti-Jew cruelties of Hitler. ഹിറ്റ്ലറിൻ്റെ പീഡനങ്ങളെ അതിജീവിച്ച ഒരാൾ തന്നെയായിരുന്നു, റിയൽ സർവൈവർ ആണ്. ഹി ഹാഡ് ടു ഹൈഡ് ഇൻ എ ലോഫ്റ്റ് ഫോർ സോ മെനി ഡേയ്സ്, ഓൾസോ വറീഡ് അബൌട്ട് ബീങ് കോട്ട് ആൻഡ് കിൽ. ഒളിച്ചിരുന്നു കുറേ ദിവസം അല്ലേ,
പിന്നെ പിടിക്കപ്പെടുമോ കൊല ചെയ്യപ്പെടുമോ എന്ന് ഭയന്നിരുന്നു. സച്ച് സർവൈവർ ടെസ്റ്റിമോണീസ് എൻറിച്ച് ഹിസ്റ്ററി ആൻഡ് ലിറ്ററേച്ചർ ബിക്കോസ് ദേ ആർ നോട്ട് ഇമാജിനറി ബട്ട് റെക്കോർഡ്സ് ഓഫ് ആക്ച്വൽ ഹാപ്പനിങ്സ്. അപ്പോൾ നിങ്ങൾ ഈ പഠിക്കുന്ന കഥയോ ഇതൊന്നും ആരും ഇമാജിൻ ചെയ്ത് എഴുതിയ സ്റ്റോറി അല്ല, ഇത് റിയൽ സ്റ്റോറിയാണ്. റിയലായിട്ട് ഹിറ്റ്ലറിൻ്റെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ മരിച്ചവർ ഒരുപാടാണ്. ഹിറ്റ്ലർ കുറച്ച് ദുഷ്ടനായിരുന്നു അയാൾ. Okay, certainly they enhance our understanding of the world and man's capacity to be brutal and also benevolent. ഏറ്റവും ദുഷ്ടനാവാനുള്ള മനുഷ്യൻ്റെ ഒരു ഇതും അതുപോലെ ഏറ്റവും കൈൻഡ് ആവാനുള്ള മനുഷ്യൻ്റെ ഒരു എബിലിറ്റിയും ഇതിൽ കാണാൻ നമുക്ക് സാധിക്കും. അടുത്തത്, ഇൻ ദ എൻട്രി ടു ദ പാസേജ് യു വുഡ് ഹാവ് കം അക്രോസ് ദ എക്സ്പ്രഷൻ എൻ മാസെ. വാട്ട് ഡു യു തിങ്ക് ഇറ്റ് മീൻസ് ഇൻ ദ കോൺടെസ്റ്റ്? എൻ മാസ് എന്ന് പറയുന്ന കോൺടെസ്റ്റ്, എൻ മാസ് മീൻസ് ഓൾ ടുഗെദർ ഓർ ആസ് എ ഗ്രൂപ്പ്, ഒരുമിച്ച് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ട് എന്നാണ്. ഇറ്റ് കംസ് ഫ്രം ദി ഫ്രഞ്ച് ലാംഗ്വേജ്, ഫ്രഞ്ച് ലാംഗ്വേജിൽ നിന്നുള്ള ഒരു വേർഡാണത്. അടുത്തത്, ഡസ് ദ എക്സ്പ്രഷൻ എൻ മാസ് റിമൈൻഡ് യു ഓഫ് എ സിമിലർ ഫ്രേസ് യു കെയിം അക്രോസ് ഇൻ ക്ലാസ് 9? ഇറ്റ് റിമൈൻഡ്സ് മീ ഓഫ് ദ ഫ്രേസ് എൻ ബ്ലോക്ക്. എൻ ബ്ലോക്ക് എന്നൊരു വേർഡ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട് 9ാം ക്ലാസ്സിൽ. How are these expressions differ from other commonly used phrases in English? These expressions are different from other commonly used phrases in English because they are borrowed words. ഇതെല്ലാം നമ്മൾ വേറെ ഒരു ലാംഗ്വേജിൽ നിന്ന് എടുത്ത വാക്കുകളാണ്. And these words are from French language. ഫ്രഞ്ച് ലാംഗ്വേജിൽ നിന്ന് എടുത്ത വാക്കുകളാണ്. അപ്പോൾ ഇംഗ്ലീഷ് ഫ്രേസസിൽ നിന്ന് ഇത് കുറച്ച് വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ലെറ്റ്സ് റിവൈൻഡിൽ എല്ലാ ക്വസ്റ്റ്യൻ ആൻസേഴ്സും നമ്മൾ ചെയ്തു. ഇൻ ലെറ്റ്സ് റീകോൾ ആൻഡ് റീക്രിയേറ്റ് എന്നുള്ളതിൽ ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ ആദ്യം നമുക്ക് കാണിച്ചിരിക്കുന്നു, ലെറ്റ്സ് ക്രിയേറ്റ് എ വാൾ ഓഫ് ഹോപ്പ് ഡിസ്പ്ലേ ഫീച്ചറിംഗ് പിക്ചേഴ്സ്, കോഡ്സ് ആൻഡ് സജഷൻസ് ടു ഹെൽപ്പ് ദ വേൾഡ് എൻഡ് വാർ ഫോർ എ ഓൾ ടൈം. വാൾ ഓഫ് ഹോപ്പ് എന്ന് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ വാറിൻ്റെയോ ആൻറ്റി വാർ ആയിട്ടുള്ള പിക്ചേഴ്സ് ഒട്ടിക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ കോഡ്സ് എഴുതാം. അപ്പം ഞാൻ നിങ്ങൾക്ക് 2 കോഡ്സ് ഇവിടെ തരുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ അവർ തന്നിട്ടുണ്ട്, ചൂസ് പീസ് എൻഡ് കോൺഫ്ലിക്റ്റ് ബിൽഡ് എ ഫ്യൂച്ചർ ഓഫ് ഹോപ്പ് എന്നുള്ളത്. അടുത്തത്, സ്റ്റോപ്പ് വാർ, വാർ വിൽ നോട്ട് ബ്രിങ് പീസ്. നിങ്ങൾക്ക് ഇതുപോലെ പിക്ചേഴ്സ് ഒക്കെ ഒട്ടിക്കാവുന്നതാണ്. റീഡ് ദ ഫോളോയിങ് എക്സെപ്റ്റ് ഫ്രം ദ മെമ്മോയർ. ആ മെമ്മോയറിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. ഇത് നിങ്ങൾ വായിക്കുക. ഇതിന് ശേഷം, ആഫ്റ്റർ സർവൈവിംഗ് ദ വാർ സ്പിൽമാൻ ഈസ് ബാക്ക് അറ്റ് പോളിഷ് റേഡിയോ എഗൈൻ. പോളിഷ് റേഡിയോയിൽ ജോലി ചെയ്ത ആളാണ് സ്പിൽമാൻ. അദ്ദേഹം തിരിച്ച് പോളിഷ് റേഡിയോയിലേക്ക് തന്നെ വരുന്നു. ഇമാജിൻ യു ആർ എ പോഡ്കാസ്റ്റ് ആൻഡ് സ്പിൽമാൻ എഗ്രീസ് ടു ഡു എ പോഡ്കാസ്റ്റ് എപ്പിസോഡ് വിത്ത് യു. നിങ്ങളുടെ കൂടെ ഒരു പോഡ്കാസ്റ്റ് എപ്പിസോഡ്, നിങ്ങളും അവിടെ ജോലി ചെയ്യുകയാണ്, നിങ്ങളുടെ കൂടെ ഒരു പോഡ്കാസ്റ്റ് എപ്പിസോഡ് ചെയ്യുകയാണ് സ്പിൽമാൻ. അപ്പോൾ ടേക്കിംഗ് ക്യൂ ഫ്രം ദി എക്സെപ്റ്റ് പ്രിപ്പയർ ദി സ്ക്രിപ്റ്റ് ഓഫ് ദ റേഡിയോ പോഡ്കാസ്റ്റ്. അപ്പോൾ ആ റേഡിയോ പോഡ്കാസ്റ്റിലേക്ക് വേണ്ട ഒരു സ്ക്രിപ്റ്റ് നിങ്ങൾ തയ്യാറാക്കണം. ഒരു കോൺവെർസേഷൻ പോലെ എഴുതിയാലും മതി, ചോദിക്കാൻ സാധ്യതയുള്ള 2 ആൾ തമ്മിലുള്ള കോൺവെർസേഷൻ പോലെ നമുക്ക് എഴുതാവുന്നതാണ് പോഡ്കാസ്റ്റ്. അപ്പോൾ ഇങ്ങനെയാണ്. ആദ്യം നിങ്ങൾ ചോദിക്കുന്ന പോലെ, മിസ്റ്റർ സ്പിൽമാൻ, വി ആർ ഹാപ്പി ടു ഹിയർ യുവർ റെസോണന്റ് വോയിസ് ഓൺ ദ പോളിഷ് റേഡിയോ അഗൈൻ ആഫ്റ്റർ 6 long years. ഹൗ ഡു യു ഫീൽ അബൌട്ട് യുവർ കംബാക്ക്? 6 വർഷത്തിന് ശേഷം നിങ്ങളുടെ സൗണ്ട് ഈ റേഡിയോയിൽ കേൾക്കാൻ ഞങ്ങൾക്ക് സന്തോഷമുണ്ടെന്നൊക്കെ പറയുകയാണ്. നിങ്ങളുടെ തിരിച്ചു വരവിൽ നിങ്ങൾ എന്താണ് ഫീൽ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സ്പിൽമാൻ ആൻസർ പറയുകയാണ്, ഗോഡ് ഇസ് ഗ്രേറ്റ്, എവിൽ കാൺട്ട് റെയിൻ ഓൾ ദ ടൈം. അപ്പോൾ എന്താ പറയുക, ദുഷ്ടന്മാർക്ക് അല്ലെങ്കിൽ എവിൽ ശക്തിക്ക് ഒരുപാട് കാലം ഭരിക്കാനോ റൂൾ ചെയ്യാനോ പറ്റില്ല. ഹിറ്റ്ലർ ഹാഡ് ടു കമ്മിറ്റ് സൂയിസൈഡ് വിത്ത് എ ഗൺ ഷോട്ട് ടു ഹിസ് ഹെഡ് ഓൺ 30 April 1945. ഒരുപാട് അഹങ്കരിച്ച് അർമാദിച്ച ആളായിരുന്നു ഹിറ്റ്ലർ. അങ്ങനെ 1945 ഏപ്രിൽ 30 അയാൾ തന്നെ സൂയിസൈഡ് ചെയ്യുകയാണ് ചെയ്തത്. ദ കേഴ്സസ് ഓഫ് മില്യൺസ് ഓഫ് ജൂസ് ഹി കിൽഡ് വിൽ ഡംപ് ഹിം ഇൻ ഹെൽ. അപ്പോൾ ഒരുപാട് ജൂതന്മാരെ പിടിച്ച് കോൺസെൻട്രേഷൻ ക്യാമ്പിലിട്ട് നരകിപ്പിച്ച് കൊന്ന ആളാണ് ഹിറ്റ്ലർ. അവരുടെയൊക്കെ ശാപം ആരിലുണ്ടാവും? ഈ ഹിറ്റ്ലറിലുണ്ടാവും. ഉറപ്പായിട്ട് ആൾ നരകത്തിലേ പോകുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ വീണ്ടും ചോദിക്കുകയാണ്, മിസ്റ്റർ സ്പിൽമാൻ, യു സെഡ് യു ഹാഡ് യുവർ പാരൻസ്, 2 sisters ആൻഡ് എ ബ്രദർ. അപ്പോൾ പാരൻസ് ഉണ്ട്, 2 sisters ഉണ്ട്, ഒരു ബ്രദർ ഉണ്ട്. ആൻഡ് യു ഹാഡ് ടു ഫ്ലീ ഫോർ യുവർ ലൈഫ്. ജീവന് വേണ്ടി നിങ്ങൾ ഓടിപ്പോയി ഒളിക്കാൻ വേണ്ടിയിട്ട്. ഡിഡ് യു മീറ്റ് ദം ആഫ്റ്റർ ദി ഫോൾ ഓഫ് ഹിറ്റ്ലർ? ഹിറ്റ്ലറിൻ്റെ മരണശേഷം, ഹിറ്റ്ലറിൻ്റെ ഭരണം അവസാനിച്ച ശേഷം നിങ്ങൾ അവരെ കണ്ടിരുന്നു? അപ്പോൾ എന്താ റിപ്ലൈ? My parents and my 2 sisters were taken by the Nazis and thrown into the concentration camp. അപ്പോൾ സിസ്റ്റേഴ്സിനെ എന്ത് ചെയ്തു? പാരൻസിനെയും ഹിറ്റ്ലർ കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് കൊണ്ടുപോയി. ലേറ്റർ ദേ വർ സെൻഡ് ടു ദ ഗ്യാസ് ചേംബർ. മൈ ബ്രദർ ഹാഡ് ഫ്ലഡ് ദ കൺട്രി. അനിയൻ രാജ്യം വിട്ടുപോയി. ആൻഡ് ഐ എം സ്റ്റിൽ ട്രൈങ് ടു ഫൈൻഡ് ഇഫ് ഹീസ് അലൈവ്. ഇപ്പോഴും അനിയൻ ജീവനോടെ ഉണ്ടോയെന്ന് തിരയുന്നുണ്ട്. സോ ഫാർ ഐ ഹാവ് നോ ന്യൂസ് അബൌട്ട് ഹിം. ഇതുവരെ ഒരു വിവരവും ഇല്ല. ബാക്കിയുള്ളവർ മരിച്ചിട്ടുണ്ടാവും. കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കൊണ്ടുപോയി കൊല്ലുകയാണ് ഹിറ്റ്ലർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീണ്ടും ചോദ്യം വരികയാണ്, ഇറ്റ് വാസ് വിൽം ഹൗസ്ഫീൽഡ്, ദ ജർമ്മൻ ഓഫീസർ ഹു ഹെൽപ്ഡ് യു വെൻ യു വർ ഇൻ ദ ആറ്റിക്. ഡിഡ് യു മേക്ക് എഫേർട്സ് ടു കോണ്ടാക്ട് ഹിം? അപ്പോൾ ആ സഹായിച്ച ആളുണ്ടല്ലോ,
ആ ഒരു ജർമ്മൻ ഓഫീസർ അയാളെ വീണ്ടും കോണ്ടാക്ട് ചെയ്തിരുന്നു, അയാൾ എവിടെയാണെന്ന് അറിയുമെന്നാണ് ചോദ്യം. സ്പിൽമാൻ ആൻസർ പറയാണ്, യെസ് ഐ ട്രൈ ടു കോണ്ടാക്ട് ഹിം ബട്ട് നോ യൂസ്. ഞാൻ ട്രൈ ചെയ്തിരുന്നു, പക്ഷെ ഒരു യൂസും ഇല്ല. ഐ ബിലീവ് ഹീസ് ഡെഡ്. അയാൾ മരിച്ചിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഇറ്റ് വാസ് ബിക്കോസ് ഓഫ് ഹിം ഐ ഉണ്ട് കേട്ടോ, ഐ ആം അലൈവ്. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വൈ പീപ്പിൾ ഫൈറ്റ് ഈച്ച് അതർ. എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല എന്തിനാണ് ആളുകൾ ഇങ്ങനെ പരസ്പരം ഫൈറ്റ് ചെയ്യുന്നത്. വി സ്പെൻഡ് ഓൺ വാർ പ്രിപ്പറേഷൻസ്, വി ക്യാൻ ഡു സോ മെനി ഗുഡ് തിങ്സ് യൂസിങ് ദാറ്റ് മണി. നമ്മൾ ഈ യുദ്ധത്തിൻ്റെ തയ്യാറെടുപ്പുകൾക്ക് ഒരുപാട് പൈസ ചിലവാക്കുന്നുണ്ട്. ആ പണമൊക്കെ നമുക്ക് നല്ല കാര്യങ്ങൾക്ക് ചിലവഴിച്ചൂടെ? By collecting warplanes, tanks, missiles and bombs, nations think they are above others. It is a stupid notion. അതൊക്കെയാണ് ഏറ്റവും വലുതെന്ന് കരുതുന്നു. അത് തെറ്റാണ്. We saw what happened in Hiroshima and Nagasaki. നമ്മൾ കണ്ടതല്ലേ ഹിരോഷിമയിലും നാഗസാക്കിയിലുമൊക്കെ എന്ത് സംഭവിച്ചു എന്ന്. If there is a third world war, humankind will be annihilating itself. Let's change our attitude. നമ്മൾക്ക് നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറ്റാം. വാർ ഡസ് നോട്ട് കോൺകർ എനിത്തിങ്. യുദ്ധം ഒന്നും പിടിച്ചടക്കില്ല. ലവ് കോൺകേഴ്സ് ഓൾ. എല്ലാം പിടിച്ചെടുക്കുന്നത് എന്താണ്? സ്നേഹമാണ്. ഇതൊരു പോഡ്കാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഇതിൽ മാറ്റങ്ങൾ നിങ്ങൾക്ക് വരുത്താട്ടോ. അടുത്തത്, ഇൻ ദ ആറ്റിക് ഹൈലൈറ്റ്സ് ദ ഹ്യൂമൻ എക്സ്പീരിയൻസ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് സർവൈവൽ ഇൻ ടൈംസ് ഓഫ് വാർ ആൻഡ് പെർസിക്യൂഷൻ. റീഡ് ദിസ് പോസ്റ്റ് വിച്ച് അപ്പിയർഡ് ഓൺ സോഷ്യൽ മീഡിയ ഓൺ ദ ഒക്കേഷൻ ഓഫ് വേൾഡ് റെഫ്യൂജി ഡേ. ലോക അഭയാർത്ഥി ദിനം ജൂൺ 20. അന്ന് വന്ന ഒരു സോഷ്യൽ മീഡിയയിൽ വന്നൊരു പോസ്റ്റാണിത്. ഇത് വെച്ചിട്ട് നിങ്ങളൊരു റൈറ്റപ്പ് തയ്യാറാക്കണം. ലെറ്റ്സ് നൗ പ്രിപ്പയർ എ റൈറ്റപ്പ് ഓൺ ദ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ റെഫ്യൂജീസ് ഓഫ് വാർ ഇൻ ദ പ്രസൻറ്റ് ടൈം. പ്രസൻറ്റ് ടൈമിൽ യുദ്ധം നടക്കുന്നുണ്ട്, സ്റ്റിൽ നടക്കുന്നുണ്ട്, നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അഭയാർത്ഥികൾ സഹിക്കുന്ന പ്രോബ്ലത്തിനെ കുറിച്ചിട്ടാണ് നിങ്ങൾ റൈറ്റപ്പ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാനിവിടെ തരാം. റൈറ്റപ്പാണ്. നമ്മളൊരു ഹെഡിങ് കൊടുക്കുക, ദ ഷാഡോസ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ചാലഞ്ചസ് ഫേസ്ഡ് ബൈ മോഡേൺ റെഫ്യൂജീസ്. ഇൻ ദ കോണ്ടംപററി വേൾഡ്, ദ ഗ്ലോബൽ റെഫ്യൂജി ക്രൈസിസ് ഹാസ് എസ്കലേറ്റഡ് ഇൻ ടു വൺ ഓഫ് ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഹ്യൂമാനിറ്റേറിയൻ ചാലഞ്ചസ് ഓഫ് അവർ ടൈം. With over 80 million people displaced globally, including nearly 26 million who have been forced to flee across international borders, the human experience of displacement is defined by a harrowing struggle of survival and dignity. Refugees are primarily driven from their homes by conflict, persecution, and systemic violence. This forced migration results in the sudden loss of community, family structures, and personal security. Upon reaching safety, many refugees find themselves in precarious living conditions. There is often a severe lack of access to fundamental needs, including nutritious food and clean water, stable shelter or long-term housing, essential healthcare for physical injuries and psychological trauma. Refugees often navigate a complex web of international policies. Uncertain legal status can prevent them from working, traveling, or accessing social services, leaving them in a state of permanent temporariness. Language barriers, discrimination, and the lack of recognized qualifications often bar refugees from the local labor market, perpetuating a cycle of poverty and dependence on humanitarian aid. The path forward addressing these issues requires more than just temporary aid. It necessitates a global commitment to humanitarian policies. Strengthening the distribution of aid and fostering inclusive policies in host countries are vital steps toward ensuring that those who have lost everything can begin to rebuild their lives with hope and security. അപ്പോൾ ഇത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും റെഫ്യൂജീസിൻ്റെ എഴുതാവുന്നതാണ്. ഞാൻ ചെറുതായിട്ട് തന്നു എന്ന് മാത്രം. അപ്പോൾ ഇത്രയുമാണ് ഇൻ ദ ആർട്ടിക്കിൾ വരുന്ന ആക്ടിവിറ്റീസ്. ഇനി നിങ്ങൾക്ക് ഉള്ളത് ക്യാരക്ടർ സ്കെച്ചസ് ഉണ്ട്, അതും നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ക്യാരക്ടർ സ്കെച്ച് ഓഫ് സ്പിൽമാനും ജർമ്മൻ ഓഫീസേഴ്സും. നോക്കൂ, പിയാനിസ്റ്റ് ആണ് ആദ്യം. പിയാനിസ്റ്റ് സ്പിൽമാൻ ആണ് ഇവിടെ. is a thin and weak man, worn down by years of hiding and hunger. His dirty hands and long nails show how he has struggled to survive. Despite this, he is resilient and determined, refusing to leave his hiding place even when offered safety. His talent and passion for music remain strong, though he has not played in years. He represents the suffering of Jewish people during World War II. Yet his survival highlights hope, endurance, and unexpected kindness in dark times. ഇനി ജർമ്മൻ ഓഫീസറാണ്. ജർമ്മൻ ഓഫീസർ, ദോ പാർട്ട് ഓഫ് ദ ഒപ്പോണന്റ് ഫോഴ്സസ്, ഈസ് കൈൻഡ് ആൻഡ് ജനറസ് ആൻഡ് വാസ് ഫേസ്ഡ് വിത്ത് ഇന്നർ ടർമോയിൽ. ഹി പ്രൊവൈഡ്സ് ഫുഡ് ആൻഡ് ഷെൽട്ടർ ഫോർ സ്പിൽമാൻ, ഷോയിങ് കമ്പാഷൻ despite being a soldier. He seemed to be a lover of music. He feels ashamed of his country's actions and believes the war should end soon. His presence in the story challenges the idea that all German soldiers were cruel, proving that humanity can exist even in war. His help ensures Spillman's survival, demonstrating
ഡെമോൺസ്ട്രേറ്റിംഗ് ഹൗ സ്മോൾ ആക്ട്സ് ഓഫ് കൈൻഡ്നസ് ക്യാൻ ചേഞ്ച് ലൈഫ്സ്. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾക്ക് ഒരു വായിക്കാൻ വേണ്ടി തന്നിട്ടുണ്ട്. നെക്സ്റ്റ് അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ, ഒരു പോസ്റ്റർ എക്സിബിഷൻ നടത്താൻ വേണ്ടിയിട്ട് ആൻറ്റി വാർ ക്യാമ്പയിൻ പോസ്റ്റേഴ്സ് നിങ്ങൾ തയ്യാറാക്കണം. പോസ്റ്റർ നിങ്ങൾ തയ്യാറാക്കുക. അത് ഞാനിവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇൻ ദ ആറ്റിക്കിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആക്ടിവിറ്റീസ് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.